ചേട്ടന് ഞാനും ചേട്ടനും കൂടെ ഒരു ഇനോഗ്രേഷൻ ചെയ്തപ്പോ ചാണകപ്പച്ച എന്തോ ഞാൻ ഇക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ പറയാ സ്ത്രീ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും 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 ആ ടാഗ് ലൈൻ എടുത്ത് ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു വിഷയമല്ല. പിന്നെ നല്ല നാടൻ തല്ലുണ്ട്, അത് ഫസ്റ്റ് ടൈമാണ് ഒരു സിനിമയിൽ ചെയ്യുന്നത്. കണ്ടില്ലേ, ക്രൗഡ് കണ്ടില്ലേ, നമ്മുടെ കെട്ടിടത്തിന്റെ മുകളിലൊക്കെ ഉണ്ട്. ഹായ്, സുഖാണോ? ഹായ് ഹായ് ഹായ്. കാണോ, എന്തുണ്ട് വിശേഷങ്ങള്? സുഖം. ഞങ്ങക്ക് ഈ ലൈറ്റിംഗ് കൂടെ അടിച്ചിട്ടേ നിങ്ങളൊന്നും മര്യാദയ്ക്ക് മുഖം കാണാൻ കഴിയുന്നില്ല. അത് ഞാൻ ഇങ്ങനെ നോക്കിയത്. വളരെ സന്തോഷമുള്ള മുഹൂർത്തത്താണ് നമ്മളല്ലേ. ഭയങ്കര സന്തോഷം ചേട്ടാ, ഒത്തിരി സന്തോഷം. കാരണം നമ്മുടെ റേച്ചൽ മൂവി 12-ാം തീയതി റിലീസ് വരികയാണ്. ആൻഡ് ഞങ്ങളുടെ ഇൻവൈറ്റ് സ്വീകരിച്ചത് അത്രയും സ്നേഹത്തോടെ നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പടം എനിക്ക് തോന്നുന്നു കുറച്ച് നേരമായിട്ട് നമ്മൾ അതിനെ പടത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് സിനിമ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു ടൈറ്റിൽ കഥാപാത്രം ചെയ്യാണ്. ഒരു ഇറച്ചി വെട്ടുകാരിയായിട്ട് വരുന്ന സിനിമയാണ് റേച്ചല്. വളരെ ശക്തമായിട്ടുള്ള കുറേ ലേയേഴ്സും ഷെയ്ഡ്സും ഒക്കെയുള്ള, ഇതുവരെയും ഞാൻ ചെയ്തു എന്നല്ല, മലയാള സിനിമയിൽ നമ്മൾ ഇങ്ങനെ ഒരു കഥാപാത്രമോ അല്ലെങ്കിൽ കഥാപശ്ചാത്തലമോ ഒന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയും. അത്രയും വ്യത്യസ്തമായ ഒരു സിനിമയാണ്. ഒരു 1970s ഒക്കെ ഒരു കാലഘട്ടം പറയുന്ന സിനിമ. അപ്പൊ അതിന്റെ കഥാപാത്രങ്ങളൊക്കെ അത്രയും റിയലിസ്റ്റിക് ആയിട്ടും റോ ആയിട്ടും ഭയങ്കര ഒതന്റിക് ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. വിഷ്വലി ഒക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതും അങ്ങനെയാണ് മൂവി. ഒരു ഫുൾ ഓൺ എന്റർടൈനർ തന്നെയായിരിക്കും ഈ സിനിമ. ആൻഡ് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്. പക്കാ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത്, ആരാണ് എന്താണെന്നൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെന്റോട് കൂടി കണ്ടിരിക്കാൻ കഴിയുന്ന റിവെഞ്ച് ആൻഡ് ആക്ഷൻ ഒക്കെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സിനിമയായിരിക്കും റേച്ചൽ. ചേട്ടൻ പോയാ? ഓ, ഫോണുകളാണോ? ശരി ശരി. ലാലിക്ക് എപ്പോഴും അങ്ങനെയാണ്, ഒരു കാര്യത്തിലുള്ള 100 കാര്യം ഹാൻഡിൽ ചെയ്യാനാണ് അറിയാവുന്നത്. ആൻഡ് ഈ സിനിമയിലേക്ക് വന്നതും അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഇത് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അതിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ഫാക്ടർ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാനുള്ളത്? ഒരു ഫാക്ടർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ദ ഹോൾ മൂവി തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ ഈ സിനിമയുടെ ഹണി ചേച്ചിയുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, ഒരു ഹായ് പറയാൻ പറഞ്ഞു. നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ലേ ഞങ്ങളെ? അശോ, ഇപ്പൊ ട്രെയിലർ ഇഷ്ടായോ? ഇഷ്ടായി? എന്തോ ഇത്തിരി നേരം സംസാരിച്ചിട്ട് ഓടി വരാം. ശരി, ഹായ് ഹായ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിട്ടിരുന്നേ? ഈ സിനിമയിലെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടറിനെ പറ്റി. അതെ അതെ. അപ്പൊ ഒരു ഫാക്ടർ എന്ന് പറയാൻ പറ്റില്ല. ആനന്ദിനിയാണ് മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ആനന്ദിനിയുടെ ഡെബ്യൂ മൂവിയാണ്. രാഹുൽ മനപ്പാട്ട്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഇത്രയും ദിവസം ഞങ്ങളുടെ പ്രൊമോഷൻ പോയിട്ടും ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊന്ന് കാണാൻ കിട്ടുന്നത് ഷൂട്ടിന്റെ ടൈം കഴിഞ്ഞിട്ട്. ഒത്തിരി സന്തോഷം. അദ്ദേഹം എഴുതിയ ഒരു കുഞ്ഞി പയ്യനാണ്, കാണുന്ന പോലത്തെ അത്രയും കൊച്ചു പയ്യനാണ്. അദ്ദേഹം എഴുതി ഒത്തിരി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അതാണ് പിന്നീട് ഒരു മൂവിയായിട്ട് എന്താ പറയാ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. ആൻഡ് അതിലെ കഥാപാത്രങ്ങളൊക്കെ അത്ര ഇന്റൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഇത് ഇദ്ദേഹം തന്നെ എഴുതിയതാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അത്. ആൻഡ് അത് ബ്യൂട്ടിഫുള്ളി ഒരു സിനിമയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ആനന്ദിനിക്കും കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് രാഹുലും ഷൈൻ സാറും ചേർന്നിട്ടാണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഷൈൻ സാറിനെ പോലെ അത്രയും പ്രഗത്ഭനായ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടർ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഹ്യൂജ് സപ്പോർട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഗൈഡൻസ് ത്രൂ ഔട്ട് ഫ്രം ദ ബിഗിനിങ് ടു ടിൽ ദ എൻഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ആക്ടിങ്ങിന്റെ കാര്യത്തിലായാലും ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിലായാലും ഒക്കെ അദ്ദേഹം ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു വനിതാ സംവിധായികയുടെ കൂടെയുള്ള ഒരു വർക്കാണ് റേച്ചൽ. ഇതിനു മുമ്പ് പലരും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ശ്രമിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു ഹ്യൂജ് ടാസ്ക് ആണ്, പ്രത്യേകിച്ചും ഒരു സ്ത്രീക്ക് മുമ്പോട്ട് വരാനായിട്ട്. ആൻഡ് അത് എന്താ പറയാ, അതിൽ ആനന്ദിനി വിജയിച്ചു എന്ന് തന്നെ പറയാം. അത് ഇത്രയും എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിനിമ എടുത്തുകൊണ്ട് മുമ്പോട്ട് വന്നു. ആൻഡ് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്നൊക്കെ ഉള്ളത് നമുക്ക് ആനന്ദിനിയുടെ ഒരു ധൈര്യം തന്നെയാണ്. അതിനെ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഒരു ഡയറക്ടർ, ഒരു പ്രൊഡ്യൂസർ, ആക്ട്രസ് എല്ലാവരും സ്ത്രീകളാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സ്ത്രീപക്ഷ സിനിമ അല്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് സ്ത്രീപക്ഷ സിനിമ എന്നുള്ളതല്ല. ഇതൊരു എന്താ പറയാ, അങ്ങനെ ഒരു ടാഗ് ലൈൻ ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഒരു പുരുഷൻ ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമ നമ്മൾ ഒരു പുരുഷൻ ഡയറക്ട് ചെയ്ത സിനിമ വരുന്നത് നമ്മൾ പറയുന്നില്ലല്ലോ. ഇല്ല, കാരണം ഇക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ പറയാ സ്ത്രീ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും 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 ആ ടാഗ് ലൈൻ എടുത്ത് ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു വിഷയമല്ല. പുരുഷൻ ചെയ്യുന്നത് പോലെ തന്നെ സ്ത്രീയും ഇവിടെ സിനിമകൾ
ചെയ്യണം, അതിനുള്ള സ്പേസ് ഉണ്ട്, അങ്ങനെ നല്ല സിനിമകൾ വരണം. അതപ്പോൾ ഒരു സൈഡ് മാത്രം ഗ്ലോറിഫൈ ചെയ്ത് പറയേണ്ട കാര്യമില്ല. ഒരു ബ്യൂട്ടിഫുൾ സിനിമയാണ്, നിങ്ങൾക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സിനിമയാണ് റീച്ചൽ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ടാഗ് ലൈൻ്റെ ആവശ്യമില്ല. ഇല്ല, അങ്ങനെ പറയും സ്ത്രീപക്ഷ സിനിമ അല്ല എന്ന് പറയുന്നില്ല ഹണി. എല്ലാവരും ഈ പറഞ്ഞ പോലെ പുരുഷപക്ഷമില്ല, സ്ത്രീപക്ഷമില്ല. ഇതൊരു സിനിമയാണ്, ഫാമിലിക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്ന സിനിമയാണ് റേച്ചൽ. അപ്പൊ നമുക്ക് നമ്മുടെ പ്രൊഡ്യൂസറെ കൂടെ ഒന്ന് വിളിക്കണമല്ലോ. മഞ്ജു കൂടെ ഈ സമയത്ത് സ്റ്റേജിൽ വേണ്ട. മഞ്ജു, ആ സിനിമ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കണ്ടതാണ്, ഇടയ്ക്ക് അവിടെയൊക്കെ കാണാറുണ്ട്. പിന്നെ ഒരു പോക്കങ്ങ് പോയി. ഇനിയിപ്പോ ഇത്രയും ദിവസം, എത്ര ദിവസമായി, 10-15 ദിവസം ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പൊടി പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് പേടിച്ചിട്ടാണല്ലോ. പേടിച്ചിട്ടാണോ? ചുമ്മാ നിങ്ങൾ തള്ളിയതാണ്. പക്ഷെ ഹണി നമ്മുടെ നാട്ടുകാരനാണ് എന്ന് വെച്ചാൽ ഈ നാട്ടുകാരനായ ഒരാളാണ് ഇനി അടുത്തത് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. അതാണ്, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എങ്കിലും പറയണ്ടേ, പറയണമെന്നേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. എനിക്കൊരു ഇവിടെ ഓടിക്കളിച്ച് വളർന്ന് നടന്ന ഒരാളെന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ റോഷ? അങ്ങനെയല്ലേ പറയേണ്ടത്? അപ്പം നാട്ടുകാരുടെ മുമ്പിൽ ഒരു അഭിനേതാവിനെ അല്ലെങ്കിൽ ഏതൊരു കലാകാരനെ സംബന്ധിച്ചും സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് നിൽക്കുമ്പം അവരുടെ കയ്യിൽ നിന്ന് ഒരു കയ്യടി വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പൊ അലിക്ക, അടുത്തത് തീർച്ചയായിട്ടും റേച്ചലിന്റെ സ്വന്തം നിക്കോളാസ്. റേച്ചലിന്റെ സ്വന്തം, പ്രേമിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച നിക്കോളാസിനോട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ സ്വന്തം, നിങ്ങളുടെ സ്വന്തം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റോഷൻ ഒരു കയ്യടി കൊടുക്കാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ദൃശ്യം സിനിമയൊന്നും പൊങ്ങിയതാണ്, ഇവിടെയാണ് പൊങ്ങിയിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ കമന്റ് കണ്ടത് അതാണ് കേട്ടോ. ഞാനും അലിക്ക് സംസാരിക്കായിരുന്നു, ദൃശ്യത്തിൽ മുങ്ങിയ വരുൺ മരിച്ചിട്ടില്ല, റേച്ചലിലൂടെ വീണ്ടും വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ വരുണായിട്ടല്ല, നിക്കോളാസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പറയൂ റോഷൻ, എന്തൊക്കെയാണ്? എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ നാട് കുറ്റ്യാടിയാണ്, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഞാൻ പഠിച്ചത് വട്രോളിയാണ്. തൊട്ടപ്പുറം 1 കിലോമീറ്റർ അപ്പുറമുള്ള സ്റ്റേഷനിലാണ് ഞാൻ പഠിച്ചത്. കക്കട്ട് എന്നെല്ലാം പറയുന്നത് ഇവിടെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന വട്രോളി പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് സന്തോഷ് ബേക്കറി ഉണ്ട് വട്രോളി. അവിടെ പപ്സ് കിട്ടിയില്ലെങ്കിൽ, ഉച്ചയ്ക്ക് പപ്സ് കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ അവിടുന്ന് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ പപ്സ് കഴിക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് മെമ്മറീസ് ആണ് കക്കട്ടിൽ വരുമ്പം. ഇത്രയും ജനങ്ങൾ നമ്മളെ കാത്തിരിക്കും എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. റിയലി ഹോണർ. എൻ്റെ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ മുന്നിൽ ഒരു വലിയൊരു സിനിമയുടെ വിശേഷമായിട്ട് വരാൻ പറ്റിയതിൽ ഡബിൾ സന്തോഷം. എന്തായാലും നമ്മുടെ റേച്ചൽ, മഞ്ജു ചേച്ചി, പിന്നെ നമ്മുടെ റൈറ്റർ രാഹുൽ, ഇവരുടെ കൂടെയൊക്കെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷം. രാഹുലിന് എനിക്ക് തോന്നുന്നു, ഞങ്ങളന്ന് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് പോയിട്ട് പിന്നെ കാണുന്നത് ഇന്നാണ്. കാരണം ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പ്രൊമോഷനിൽ പോയിട്ടുണ്ടെങ്കിലും രാഹുൽ പല സ്ഥലങ്ങളിലും പല കാര്യവും പറഞ്ഞ് മുങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന വിചാരിക്കും അല്ലേ? അപ്പം സിനിമ എന്തായാലും 12-ന് ഇറങ്ങുകയാണ്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഞങ്ങളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയത്നിച്ചൊരു സിനിമ കൂടിയാണ്. ഇവിടെ വേറൊരാളുണ്ടല്ലോ ഇതേ നിൽക്കുന്നത്, നമ്മുടെ എക്സിക്യൂട്ടീവ് ബ്രിജിൻ ഭായ്. അപ്പോൾ ഒരുപാട് സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 12-ന് നിങ്ങളെല്ലാവരും സിനിമ കാണണം. ഈ സ്നേഹം അവിടെയും കാണിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അവിടെ നമ്മൾ അറിയിക്കണം. റിയലി താങ്ക്ഫുൾ. പപ്സ് തിന്നാൻ ഓട്ടോ വിളിച്ചിവിടെ വന്നു, ഞങ്ങൾ ഇവിടെ വന്നു, ഞങ്ങൾക്ക് പപ്സ് ഇല്ലേ? നിങ്ങൾക്ക് അടിപൊളി ബിരിയാണി തരാം. അതെ, ചോദിക്കണമല്ലോ. നമ്മളെല്ലാവരും റോഷന്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലേ, നമ്മളെ മാത്രം എല്ലാവരും എങ്ങനെ ഒന്ന് കറക്റ്റ് പറയണം അല്ലേ? പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടില്ലല്ലോ. ആരായും കുടിച്ചോ അതോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അത് കിട്ടാൻ വേണ്ടി മാക്സിമം ചോദിച്ചു നോക്കി, എക്സ്പ്രഷൻ വരണമെങ്കിൽ കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കരിക്കുമ്പോഴായിരുന്നല്ലേ അതിന് രസം. ഇതിപ്പോ നമ്മള് അത് ചാരായം കുടിച്ച് പരിചയമുള്ള ആളുകളല്ലല്ലോ. അപ്പൊ ഞാൻ കരുതിയിരിക്കുന്നത് നമുക്ക് മറ്റേ വൈനൊക്കെ സിപ്പ് ചെയ്യുന്നത് പോലെ അങ്ങനെ ചെറുതായിട്ടൊന്ന് സിപ്പ് ചെയ്ത് കൊള്ളാം സിപ്പം അങ്ങനെയൊക്കെ മതി. പിന്നീട് ഷോട്ട് കട്ട് ചെയ്തിട്ട് പറഞ്ഞു അങ്ങനെയല്ല, ഈ ചാരായം കുടിക്കുമ്പോൾ അതിങ്ങനെ എരിഞ്ഞ് ഇറങ്ങിപ്പോണം, അങ്ങനെ ആയിരിക്കണം അതിന്റെ എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയോ വന്നതാണ്. ദൈവാനുഗ്രഹം കൊണ്ട് അത് ശരി, ഭയങ്കര എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ. പക്ഷെ അത് നമ്മളോട് പറഞ്ഞു തരുന്ന ഡയറക്ടർ ആയിരുന്നു, ആരായിരുന്നു ഇങ്ങനെ എരിഞ്ഞു പോണമെന്ന്? ഡയറക്ടറോട് ആരോ പറഞ്ഞു കൊടുത്തിട്ട്. അങ്ങനെ അതിലൂടെ പറയണല്ലോ നമുക്ക്. ഒരു വനിതയുടെ ഡയറക്ടറോട് ആരോ പറഞ്ഞു കൊടുത്തു. റോഷന് കുടിക്കേണ്ട വന്നില്ല അല്ലേ? എനിക്ക് കുടിക്കണം.
ഇല്ല, ഞാനിതില് നിറച്ചും വെള്ളം കുടിക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ ചാരായം കുടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. വന്നിട്ടില്ല അല്ലേ? പക്ഷേ ഈ ഇറച്ചി വെട്ട് കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഭയങ്കര എക്സ്പീരിയൻസ് വേണം അല്ലേ? അതിന്റെ ഒരു പ്രാക്ടീസ് എങ്ങനെയായിരുന്നു? റിഹേഴ്സൽ ഉണ്ടായിരുന്നു? നമ്മൾ ഈ കഥാപാത്രം പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ളതല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അതിലൊന്നാണ് ഇറച്ചി വെട്ട എന്നുള്ളത്. ഇവരുടെ അപ്പൻ ഫാമിലിയൊക്കെ ആയിട്ട് ഇത് വർഷങ്ങളായി ചെയ്യുന്ന ഒരു തൊഴിലാണ്. അപ്പൊ അത് ഇറച്ചി വെട്ടി തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഞങ്ങളൊരു ഇറച്ചിക്കടയിൽ പോയി ആ ചേട്ടൻ ഇങ്ങനെ ഇറച്ചി വെട്ട് പഠിപ്പിച്ചു തന്നു. ഒരാഴ്ചത്തോളം പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഈവൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സെറ്റിലൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ അതുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരും, അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതിനകത്ത് നാടൻ തോക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതെങ്ങനെ കൈകാര്യം ചെയ്യണം അതിനുണ്ടായിരുന്നു ഒരു പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അത് നല്ല വെയിറ്റ് ആണ്, 3-4 കിലോ വെയിറ്റ് ആണ്. അപ്പം കണ്ടിന്യൂസ് അതിങ്ങനെ എടുത്ത് കറക്റ്റ് ഇവിടെ ഈ പൊസിഷനിൽ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് കുറേ നേരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ കൈയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പെയിൻ എടുക്കാൻ തുടങ്ങും, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിനു വേണ്ടി പിന്നെ ഒരു ജീപ്പ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ ജീപ്പ് അത് പഴയ കാലത്തെ ജീപ്പ്, അത് ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോകും, മറ്റേ പവർ സ്റ്റിയറിംഗ് ഒന്നും അല്ല. അത് ഓടിച്ച് കുറച്ച് ദിവസം നടന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ജീപ്പ്, ഭയങ്കര കംഫർട്ടായിരുന്നു അത് ഓടിക്കാനായിട്ട്. പിന്നെ നല്ല നാടൻ തല്ലുണ്ട്, അത് ഫസ്റ്റ് ടൈമാണ് ഒരു സിനിമയിൽ ചെയ്യുന്നത്. രാജശേഖർ മാസ്റ്റർ ആയിരുന്നു അത് കമ്പോസ് ചെയ്തത്. ആൻഡ് ബ്യൂട്ടിഫുള്ളി അദ്ദേഹം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതിൽ അടി കിട്ടിയേക്കുന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് മേടിച്ച് കൂട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതെ അതെ ഈ റൊമാൻസ് ഒക്കെ ഇപ്പൊ പാട്ട് സീനിൽ കണ്ടിരുന്നുണ്ടോ? ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. റോഷൻ എപ്പോഴും റൊമാൻസ് കൂടുതലാണെന്നൊരു കമന്റ് ഞാൻ അതിൽ കേട്ടായിരുന്നു. ഇപ്പൊ ഈ പാട്ടില് ഭയങ്കര റൊമാൻസും ഭയങ്കര കാര്യങ്ങളൊക്കെയാ. എന്താ ചോദിക്കാൻ വന്നാലും എന്തെങ്കിലും ഒന്ന് പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. റോഷൻ നമ്മൾ ഇതുവരെയും അദ്ദേഹത്തെ കണ്ടിട്ടില്ലാത്ത ഒരു ഗെറ്റപ്പിലാണ് അദ്ദേഹത്തെ കാണുന്നത്. ദൃശ്യം മൂവി അദ്ദേഹം അത്രയും ബ്യൂട്ടിഫുൾ ആയി ചെയ്തു വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ആളുകളുടെയും മനസ്സിൽ ആ ഒരു വരുൺ എന്ന ഒരു കഥാപാത്രം ഇങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. സോ അതിൽ നിന്ന് ഡെഫിനറ്റ്ലി ഒരു മാറ്റമായിരിക്കും റേച്ചലില് വരുമ്പം. റേച്ചലിലെ നിക്കോളാസ് ആൻഡ് വരുൺ റോഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ആയാലും റോഷന്റെ ഈ ഇത്രയും ഗ്ലാമർ നമുക്ക് ആ സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറച്ച് സ്കിന്നൊക്കെ ഒന്ന് കുറച്ച് ഡൾ ചെയ്ത് ആ ഒരു ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ലുക്കായിരുന്നു കൊടുത്തത്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ റോഷനെ കാണുന്നതിലും സുന്ദരനായിട്ട് എനിക്ക് ആ ഒരു ലുക്കിലുള്ള റോഷനെ ഫീൽ ചെയ്തു. നിക്കോളാസ് എന്താണോ അത് പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം പോർട്രേ ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ, ബ്യൂട്ടിഫുൾ ആയിട്ട്. പിന്നെ അതേപോലെ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് റേച്ചൽ ഹണി ആയിട്ടായിരുന്നു ഈ സിനിമയിൽ. അപ്പം കൂടുതലും നമ്മുടെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് പരിപാടികളാണ്, അതായത് സ്ഥിരം കാണാത്ത പ്രണയരംഗങ്ങളല്ലാതെ കുറച്ച് നമ്മളതായ കുറേ കാര്യങ്ങൾ ഇതിൽ ആനന്ദിനി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ രാഹുലിന്റെ പരിപാടി എഴുത്തും കൂടി ആയതോടെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പം. തീർച്ചയായിട്ടും എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പം 12-ാം തീയതി നിങ്ങളാണ് ലാസ്റ്റ് വേർഡിക്ട് തരേണ്ടത്. അപ്പം എല്ലാവരും സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും സിനിമ കാണുന്ന കാര്യം ഒന്നും കൂടി ഓർമ്മ, ഡിസംബർ 12-ാം തീയതിയാണ് രാവിലത്തെ ഷോയ്ക്ക് പോകണം. അത് കണ്ടിട്ട് വന്നതിന് അടുത്ത ആളോട് ഞങ്ങൾ കണ്ടു, ആ സിനിമ ഇഷ്ടപ്പെട്ടു, അടുത്ത ആളെയും കൂട്ടി പോകണം. പിന്നീട് അടുത്ത ഷോയ്ക്ക് കണ്ട് പിറ്റേ ദിവസം ഒന്നും കൂടെ പോയി കണ്ടിട്ട് സിനിമ ഒന്നും കൂടെ പഠിക്കണം. അങ്ങനെയാണ് സിനിമ കാണേണ്ടത്. നമ്മൾ സിനിമ ഒറ്റ സിനിമ കണ്ടാകൊണ്ട് അങ്ങനെ എല്ലാ സിനിമ അതെ അതെ അപ്പോഴല്ലേ നമുക്ക് ആ സിനിമയോടുള്ള ഒരു പ്രിയം കയറുള്ളൂ. അത്തരം ഒരു സബ്ജക്റ്റ് ആണ് ഈ സബ്ജക്ട്. ഫാമിലി ആയിട്ട് തന്നെ കാണണം. അത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സിനിമ. ആ രീതിക്കാണ് സിനിമ നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത്, അത് മറക്കരുത്. പക്ഷെ ഇനി നമുക്ക് രണ്ടുമൂന്ന് എന്താണ് പറയാൻ പോയത്? അല്ല, ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുകയാണ്. മഞ്ജു ചേച്ചിക്ക് എന്തോ പറയാനുണ്ട്. അപ്പുറം നിന്ന് രണ്ടുപേരും മൈക്ക് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും ഒന്ന് മൈക്ക് തരുമോ എന്നുള്ള എക്സ്പ്രഷനിൽ കുറെ നേരമായിട്ട് മഞ്ജു എന്തെങ്കിലും പറയാനുണ്ടോ? മഞ്ജു ചേച്ചി ആക്ച്വലി ഭയങ്കര എന്താ പറയാ, ഇറച്ചിവെട്ടുകാരിയാണ്, അല്ല ഒരു ഡാൻസുകാരിയാണ്, ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. എനിക്ക് തോന്നുന്നു ഇനി മലയാള സിനിമയിൽ മഞ്ജു ബാദുഷ എന്ന പേര് നമ്മൾ ഇനി ഇഷ്ടംപോലെ കേൾക്കാൻ പോവാണ് റേച്ചലിന്റെ അപ്പുറം. അങ്ങനെ ഒത്തിരി സിനിമകളിൽ എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എല്ലാവരും 12-ാം തീയതി സിനിമ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഞങ്ങളെ ഈ പ്രോഗ്രാമിന് ഇവിടെ എല്ലാ സഹായം ചെയ്തു തന്ന സന്തോഷ് സൂര്യ, പുള്ളിക്ക് പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, എല്ലാവരും പോയി സിനിമ കാണുക. പിന്നെ സിനിമ കാണണം എന്തായാലും പ്രൊഡ്യൂസർ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, അതാണല്ലോ അതിന്റെ രീതി.
പ്രൊഡ്യൂസറിന്റെ ഒരു എന്താ പറയാ കടമ അതാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഇനി സിനിമ ഇറങ്ങാൻ പോകുമ്പോൾ എല്ലാവരോടും, പിന്നെ 12-ാം തീയതി മാത്രമല്ല, അങ്ങോട്ട് സിനിമകളെ കണ്ട് നമ്മുടെ ഈ സിനിമയെ വിജയിപ്പിക്കണം അല്ലെ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു അടിപൊളി മേക്കിങ്ങുമായിട്ടാണ് എൻറ്റയർ ടീം റീച്ചില് 12-ാം തീയതി വരാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഒരു ആഘോഷം ഈ മാളിൽ തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നതായിരിക്കും. ഒരു സക്സസ് സെലിബ്രേഷൻ. അത് റോഷന്റെ നാട് കൂടിയാണല്ലോ, ഇവിടെ തന്നെ റോഷന്റെ നാടും സന്തോഷ് തിരിയും. ചെറിയ കൊമ്പളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പേര് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഇവിടെ കാണണം. ഞാൻ അതെ ഹായ്, ഞാൻ പഠിച്ചത് വട്രോളിയിലാണ്. അതായത് ഇവിടുത്തെ ഒരു സ്റ്റോപ്പ് അകലെയായിരുന്നു പഠിച്ചത്. പിന്നെ നമ്മൾ സിനിമ കാണാൻ പോകുന്നത് വടകരയായിരുന്നു, കീർത്തിമുദ്രയിലൊക്കെയായിരുന്നു നമ്മൾ സിനിമ കാണാൻ പോയിരുന്നത്. ഞാൻ എൻ്റെ +2 കഴിഞ്ഞപ്പോഴായിരുന്നു കൊച്ചിയിലേക്ക് മാറി താമസിക്കുന്നത്. എന്തായാലും നാടുമായിട്ട് ഈ സ്ഥലമായിട്ടൊക്കെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അങ്ങനെ ഇവിടെ വരാൻ പറ്റിയാലും നിങ്ങളൊക്കെ കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. വീണ്ടും സിനിമ ഇറങ്ങി സിനിമ ഹിറ്റടിച്ചിട്ട് വീണ്ടും വരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും, ഇന്ന് ആരും പറഞ്ഞതല്ലെങ്കിൽ പോലും എല്ലാവരും അവിചാരിതമായിട്ട് എല്ലാവരും കറുപ്പ് ഇട്ട് വന്നപ്പം ഹണി മാത്രം കുറച്ച് അല്ലെ വെറൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നെ പേടിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി, കളറും അങ്ങ് മാറ്റി. ഞാൻ ഒരു ചേട്ടന്, ഞാനും ചേട്ടനും കൂടി ഒരു ഇനോഗ്രേഷൻ ചെയ്തപ്പം ചാണകപ്പച്ച എന്തോ ഞാൻ കറുപ്പ് തന്നെയായിരുന്നു ഒരു സാരി, കറക്റ്റ് അതേ കളറില് അതേപോലെ ഗോൾഡ് വർക്ക് ഒക്കെ. എനിക്ക് നല്ല ഓർമ്മ, നമ്മള് തൃശ്ശൂർ ഒരു വർക്ക് ചെയ്തത്. അതെ, അത് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് സൂക്ഷിക്കും. പുള്ളി കണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതുപോലത്തെ ഒരു സാധനം വരല്ലേ എന്നുള്ള രീതിയിലാണ് ഞാൻ വരുന്നത്. കറക്റ്റ് ഞാൻ മാത്രം ഞങ്ങള് പ്ലാൻ ചെയ്തിരുന്നു ഹണീനെ മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ. സത്യത്തിൽ അതാണ് ഞാൻ പറയാൻ വന്നത്. കൂട്ടത്തിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ഹണി റോസ് ആണ്. അപ്പം ഹണി റോസ് ഇൻ ആൻഡ് ആസ് വരുന്ന റീച്ചൽ എപ്പോഴും വ്യത്യസ്തമായിട്ട് തന്നെ നിൽക്കാൻ പറ്റട്ടെ. അടിപൊളിയായിട്ട് നമ്മുടെ സിനിമ വിജയകരമാകട്ടെ എന്നോടെ ഈ വേദിയിൽ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെങ്കിൽ ഒന്ന് കൈയടിച്ച് എല്ലാവരും കൂടെ ചേർന്ന്. നമുക്കിനി നമ്മുടെ സ്പോൺസറിനെ ഒന്ന് വിളിക്കണമല്ലോ അല്ലേ? നമ്മുടെ പ്രോഗ്രാം ഇവിടെ കൊണ്ടുവന്ന സന്തോഷ് സൂര്യയെ സ്റ്റേജിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. നല്ല കയ്യടി. അദ്ദേഹമാണ് ഈ ഇവന്റ് ഇവിടെ സംഘടിപ്പിച്ചത്. അത്രമാത്രം രാവിലെ തൊട്ട് ഒരു 25,000 ഫോൺ കോൾ ഇന്നലെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്. അതാണ് ഏറ്റവും രസകരമായ കാര്യം അല്ലയോ? കുറച്ചൊക്കെ ടെൻഷൻ അടിച്ചു എങ്കിൽ പോലും അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ ഇന്നത്തെ ഈ ഒരു ഇവന്റ് ഇവിടെ ഞങ്ങൾക്കൊക്കെ വരാൻ സാധിച്ചത്, ഞങ്ങളുടെ റീച്ചൽ ടീമിന് വരാനായിട്ട് സാധിച്ചതിന്റെ കാരണക്കാരനാണ് അദ്ദേഹം. അപ്പം ഒരുപാട് നന്ദി ഈ ഒരു വേദിയിൽ പറയാണ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഇനി നമുക്ക് എന്താണ് സന്തോഷം പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറയുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വളരെ പ്രൗഢഗംഭീരമായ ഒരു വേദി എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷം തന്നെയാണ്. ഈ ഒരു കക്കട്ടുകാരുടെ സ്നേഹം, നമ്മുടെ നാദാപുരം കുറ്റ്യാടി കക്കട്ടുകാരുടെ സ്നേഹം എന്താണെന്ന് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഹണി മാഡം കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ? ഡെഫിനറ്റ്ലി. ആൻഡ് ഭയങ്കര ഒരു സിനിമാ പ്രേമിയാണെന്ന് അറിഞ്ഞു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു പ്രോഗ്രാം അങ്ങേക്ക് ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇവിടെ നൗ നമ്മളുടെ ലോഗോ ലോഞ്ചിങ് സെറമണിയിലേക്കാണ് കടക്കുന്നത്. സോ മേ ഐ റിക്വസ്റ്റ് ഹണി ആൻഡ് റോഷൻ. ലോഗോ പ്രകാശനം ഇവിടെ നിർവഹിക്കപ്പെടാനായിട്ട് പോവുകയാണ്. So here we newly introduce Surya Creations Media. So wishing you all the very best, Surya and the entire team. All the very best and thank you very much. ഒരു മിനിറ്റ് നിങ്ങൾ സ്റ്റേ ബാക്ക് ചെയ്യണം. ഒരു മൈക്ക്. നമസ്കാരം. നല്ലൊരു എഴുത്തുകാരിയാണെന്ന് അറിയാം. ഇപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കുന്ന ആളുകൾക്കറിയാം, വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസരം കൂടിയാണ്. അത് ഞാൻ ഇവിടെ പറയുന്നില്ല, ഞാനൊരു മാധ്യമപ്രവർത്തകനായതുകൊണ്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഈ സമയത്ത് ഈ തിരക്കിന്റെ ഇടയിൽ, ഇലക്ഷന്റെ തിരക്കാണ്, അതിന്റെ ഒരു ഓട്ടത്തിലാണെന്നറിയാം. ഈ സമയത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നുന്നത് ഞങ്ങളുടെ ടീമിനെ കണ്ടപ്പോൾ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹണി റോസിന് വേണ്ടി ചാനൽ ചർച്ചയിൽ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർക്കറിയില്ല, പക്ഷെ അവരെന്ന വ്യക്തി എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തി സംസാരിപ്പിച്ചത്. അപ്പം എപ്പോഴും എന്താ പറയുക, സ്ത്രീപക്ഷമില്ല എന്നൊക്കെ പറയുമ്പോഴും ഞാൻ സ്ത്രീപക്ഷത്തിന് വേണ്ടി പറയുകയും സംസാരിക്കുകയും എഴുതുകയും കൂടി ചെയ്യുന്ന ഒരാളാണ്. പിന്നെ മാഡത്തിനെ എനിക്ക് ആദ്യമേ അറിയാം, റോഷൻ്റെ പിതാവിനെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സിനിമയുടെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ
ഇവിടെ പങ്കെടുക്കണമെന്ന് തോന്നി. മാത്രമല്ല സൂര്യ ഇവിടെ മാത്രമല്ല ദുബായിൽ ഒരുപാട് പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും തുടർന്ന് ഇവിടെയും ദുബായിലുമൊക്കെ ആയി ചെയ്യാനുള്ള പരിപാടികളുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാവിധ ഇങ്ങനെ ഈ ഒരു പരിപാടി ഇത്രയും മനോഹരമായിട്ട് സൂര്യ ഇവിടെ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ ഒരു ക്രൗഡിനെയൊക്കെ ഈ ഒരു ചടങ്ങിന് എല്ലാവിധ എന്താ പറയുക നന്ദിയും നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്. റേച്ചൽ സിനിമ വലിയ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഇതിലൊരു ശക്തമായ സ്ത്രീ നായികയുണ്ട്, പിന്നിലൊരു ശക്തയായൊരു സ്ത്രീയുണ്ട്. അപ്പോൾ ഇതൊരു വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒത്തിരി സന്തോഷം. ഈ വാക്കുകൾ സിനിമയോടൊപ്പം യാത്ര ചെയ്യണം കേട്ടോ. ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള തിരക്ക് മാറ്റി ഇലക്ഷൻ കഴിഞ്ഞ് ഉറപ്പായിട്ടും റേച്ചലിന്റെ കൂടെ റേച്ചൽ ഇറങ്ങുന്ന ദിവസം മുതൽ വിജയത്തിനൊപ്പം ഉണ്ടാവും. നിങ്ങൾ വിചാരിച്ച കുറേ ആളുകൾ തിയേറ്ററിലേക്ക് എത്തും. അത്രമാത്രം ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചാനൽ ചർച്ചയിലൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അത്ര ആദരവോടുകൂടി ഞാൻ പറയുന്നത്. താങ്ക് യു. നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. എന്തായാലും നമുക്ക് ഹണി ബാക്കിയുള്ളവർ നമ്മുടെ സിനിമ ടീം ഒന്ന് സ്റ്റേജിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്യുക. സിനിമ ടീം ഒന്ന് ഇവിടെ നിൽക്കണം. ഇനി നമുക്ക് ഹണി ഇവിടെ വന്നപ്പോൾ തൊട്ട് പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ലൊരു സോങ് ഇടണം. ഹണി 2 സ്റ്റെപ്പ് വെക്കണമെന്ന് വേണ്ടേ? വേണോ? റെഡിയല്ലേ? നമ്മുടെ കൊച്ചിയിൽ നിന്ന് ടീം അത് വേണമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അല്ല അത് കാണാനും അതിനു വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ഡാൻസ് ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ നല്ലൊരു സോങ് നിങ്ങൾ അവിടെ പ്ലേ ചെയ്യും. ഏതാ? നിങ്ങൾ എല്ലാവരും കൂടെ കൂടാണെങ്കിൽ ready. ഞാനില്ലാതെ എന്ത് ഡാൻസ്? ഓക്കെ അല്ലേ? അപ്പൊ ഏത് സോങ് നിങ്ങൾ ഇടും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ് ഇട. ഞങ്ങളിവിടെ പൊളിക്കുന്നു. ഞങ്ങള് വരും കുട്ടികൾ വരും. ആ ഗംഭീരം. സൂപ്പർ. ചെണ്ട മതി. താങ്ക് യു വെരി മച്ച്. അപ്പം ആ പുകയിട്ട ചേട്ടന് ഒരു അവാർഡ് കൊടുക്കണം. തുടങ്ങുമ്പോ ഡാൻസ് ഒന്നും കാണാൻ പാടില്ല, ഫുൾ പുകയിട്ടേക്കാം. അജ്മൽ ഓക്കെയാന്ന് പറഞ്ഞു. നമുക്ക് ഇതിന്റെ സക്സസ്, ഈ പരിപാടി സക്സസ്, ഒരു മധുരം കേക്ക് കട്ട് ചെയ്ത് ആ മധുരം പങ്കുവെച്ച് നമുക്ക് ഇവിടെ നിന്ന് യാത്ര തിരിക്കാം. അപ്പം കേക്ക് കട്ടിങ്ങിലേക്ക് നമുക്ക് പോകാം. ഡോക്ടർ വിനോദ്, നമുക്ക് ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കാം കേട്ടോ, നമ്മുടെ കേക്കിന്റെ. ഓക്കെ അല്ലേ? അജ്മൽ ഓക്കെ അല്ലേ? റിയാസ് ചിലപ്പോൾ മാളിലേക്ക് പോയി കാണുന്നിരിക്കും അല്ലേ? എന്തായാലും മാളിലെ ആളുകളുണ്ട്. അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്യാം. നല്ലൊരു മ്യൂസിക് കട്ടിങ്ങിൽ മ്യൂസിക്കോട് പോട്ടെ കേട്ടോ. ഓക്കെ. അരുൺ ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കോ. അരുൺ ഒന്ന് ഫ്രണ്ടിലേക്ക്. ഡാൻസ് അല്ല, കേക്ക് കട്ടിങ് ഉള്ളായിരുന്നു. കയറിയിരുന്നോ? ചേട്ടൻ ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുക. സോ ഡിസംബർ 12 നിങ്ങളുടെ തിയേറ്ററിലേക്ക് റേച്ചൽ എത്തുകയാണ്.
ആൻഡ് ഇപ്പം എങ്ങനെയൊക്കെ ഇപ്പം സിനിമയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. സിനിമ പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമൊക്കെയാണെന്ന് രാഹുൽ പറയുമ്പോഴും ഇപ്പം റൈറ്റ് നൗ അല്ലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് ചേർന്നിരിക്കുകയാണ്. അപ്പം എബ്രിഡ് ഷൈനോടാണെങ്കിൽ പോലും ഈ ഒരു കാര്യം പറയാനായിട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ട് എന്ന് പറഞ്ഞ് തിരക്കഥ എഴുതാനിരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഫീലിംഗ്? ഷൈൻ ചേട്ടും ആനന്ദിനെ വിളിച്ചതിന് ശേഷം ഷൈൻ ചേട്ടൻ എന്നെ വിളിക്കുന്നു, എടാ നീ പോര്, നീ കൊച്ചിയിലേക്ക് വാന്ന് പറഞ്ഞു. ഞാൻ ഒരു മലപ്പുറംകാരനാണ്, ഞാൻ ഒരു മഞ്ചേരിക്കാരനാണ്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ PhD സ്കോളറാണ്. ഞാൻ പെട്ടെന്ന് പോകുന്നു, എഴുതുന്നു എന്നല്ല, എനിക്ക് ഷൈൻ ചേട്ടനാണ്, എബ്രിഡ് ഷൈൻ സാറാണ് എനിക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നെ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തിട്ടുള്ളതും, ഞാൻ ഭയങ്കര മടിയനായിട്ടുള്ള ഒരാളാണ് എഴുത്തിൽ. അപ്പം എന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് നീ ഇങ്ങനെ ചെയ്ത്, നീ അങ്ങനെ ചെയ്ത്, അങ്ങനെ എന്നെ ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്തിട്ടുള്ളൊരു മനുഷ്യൻ എൻ്റെ ലൈഫിൽ ഷൈൻ ചേട്ടനാണ്. അപ്പം ഷൈൻ ചേട്ടനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കുറേ കാലത്തിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചു. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അതേപോലെ ആനന്ദിനെയും ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. വരേണ്ടതാണ്. സിനിമ 12-ാം തീയതി ഇറങ്ങണല്ലോ, അതിന്റെ പണിപ്പുരയിലാണ്. അതെ, സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് തിരക്കുകളായതുകൊണ്ടാണ് അവർക്ക് രണ്ടുപേർക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കാഞ്ഞത്. അപ്പം രാഹുൽ മാത്രമല്ല നമ്മളും മിസ് ചെയ്യുന്നുണ്ട് അവരെ, അല്ലെ? ഡെഫിനറ്റ്ലി ഞങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം. 2025-26 പിറക്കുമ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററെയാണ് ഞങ്ങൾ പ്രേക്ഷകർ മുമ്പിലേക്ക് കൊടുക്കുന്നത്. അത് സ്വീകരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ആ കൂടത്ത് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഒത്തിരി സന്തോഷം. മെയിൻ പ്രൊഡ്യൂസർ ഉണ്ട്. ഓ അങ്ങനെ. അപ്പൊ നമുക്ക് ആ പ്രൊഡ്യൂസറെ വിളിച്ചാലോ? പ്രൊഡ്യൂസറെ വിളിക്കാം. ആരാണ് പ്രൊഡ്യൂസറെ വിളിക്കുമ്പോ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ കഴിഞ്ഞ ഏകദേശം ഒരു 30-35 അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ വർഷമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ. പക്ഷെ ഇന്ന് ആ വ്യക്തിയുടെ ഭാര്യ എന്നുള്ള ലേബലിൽ നിന്നും മാറി ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ പരിവേഷം അണിഞ്ഞിരിക്കുന്ന ആളാണ് നമ്മളുടെ സിനിമയിലൂടെ ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ എപ്പോ കണ്ടാലും ഒരു നല്ലൊരു പുഞ്ചിരി എല്ലാവർക്കും സമ്മാനിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളും കൂടെയാണ്. ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളും കൂടെയാണ്. ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കാം, അല്ലെ? നമുക്ക് രണ്ടുപേരും കൂടെ വിളിക്കണം, ഞാൻ വിളിക്കണം? വിളിക്കാം. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒത്തിരി സ്നേഹത്തോടു കൂടി നല്ലൊരു കൈഡിയെ സമ്മാനിച്ചുകൊണ്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം റേച്ചൽ സിനിമയുടെ പ്രൊഡ്യൂസർ the one and only മഞ്ജു ബാദുഷാ on stage. മഞ്ജുജി നമസ്കാരം. അണി, ഞാനൊരു കഥ പറയട്ടെ. രാവിലെ ഞാൻ 6 മണിക്ക് വരാൻ വേണ്ടി എഴുന്നേറ്റ്. ഞാൻ പറയണെന്ന് വെച്ചാ മഞ്ജുവിനെ വിളിക്കുന്നത്, മഞ്ജു നേരത്തെ പോണം, പെൺകുട്ടികളെ ഒരുങ്ങാനും സമയം. അപ്പൊ എന്നോട് മഞ്ജു പറഞ്ഞു, ഞാൻ ഇന്ന് 5:30 മണിക്ക് കുളിച്ചെന്ന്. ശരിയല്ലേ? ഹണിയോട് അല്ലേ? അപ്പൊ എന്താ വെച്ചാൽ ഹണി മഞ്ജു റെഡിയാണ്, രാവിലെ പുലർച്ചെ എഴുന്നേറ്റിരിക്കുകയാണ് ഇങ്ങോട്ട് വരാനുള്ള ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടി. അതാണ് ഞാൻ പറഞ്ഞത്. മഞ്ജു, നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. ആളുകളൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു നമ്മുടെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട്? സന്തോഷം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ആളുകൾ എന്താ പറയുക ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സൂര്യനെ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു എന്താ പറയുക ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഞങ്ങളുടെ എന്താ പറയുക സിനിമ 12-ാം തീയതി റിലീസാവുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമുക്ക് ഇതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത ഒരാളും കൂടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ട്. ആളെ സ്റ്റേജിലേക്ക് വിളിക്കണം. പക്ഷെ അതിനു മുന്നേ ഞാൻ നമ്മളുടെ ഓഡിയോ റിലീസിന് അന്ന് മഞ്ജുചേച്ചിനോട് ചോദിച്ച കാര്യം ഇത്രയും നാൾ എവിടെ ആയിരുന്നു എന്നാണ്. അപ്പം ഇപ്പോൾ സിനിമയിലേക്ക് കടന്നു വന്നു. റേച്ചൽ എന്ന സിനിമ ഞങ്ങൾ മലയാളത്തിൽ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും വരാനായിട്ടുണ്ടോ? അതും കൂടെ ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ സന്തോഷമുണ്ട്. ഇതിപ്പം നടക്കല്ലേ, ഇനി പുറകെ വരും. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.